അമ്പലപ്പുഴയിൽ ജി സുധാകരനെ UDF പിന്തുണച്ചേക്കും എന്ന വാർത്തയാണ് ഇന്ന് അതിന് പിന്നാലെ പുറത്തുവന്നത്. ദേശീയ നേതൃത്വവുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാനാണ് കോൺഗ്രസിലെ ധാരണ. ജി സുധാകരൻ നിലപാട് സ്വാഗതം ചെയ്ത് നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു. അദ്ദേഹം ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഞങ്ങൾ അദ്ദേഹം അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തോട് ബഹുമാനം കാണിച്ചിരുന്ന ആളുകളാണ്. അദ്ദേഹം മത്സരിക്കുന്ന സാഹചര്യം UDF അത് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ. കേരളത്തിലെ CPM അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത് കേരളത്തിലെ CPMന് സംഭവിക്കും. കാരണം അധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തിരിച്ചടിയാവുകയാണ്. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ കൂടെ നിൽക്കില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ അവരെല്ലാം പാർട്ടിയുമായി അകലുകയാണ്. കാരണം അവരുടെ ഇന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷ സംസ്കാരമാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ, CPMൻ്റെ അടിത്തറ കേരളത്തിൽ ഇളകിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ജി സുധാകരൻ്റെ ഇപ്പോഴത്തെ പുതിയ നിലപാട്. ശ്രീത്ത് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീത്ത്, ഒരു ശ്രദ്ധാകേന്ദ്രമായി ഈ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലം മാറുകയാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. കാരണം ഇന്നലെ പോലും ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കോൺഗ്രസിന്റെ ചേർന്ന സമയത്ത് ഈ അമ്പലപ്പുഴ ഒരു ചർച്ചയായി വന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിലിപ്പോഴും പിന്നീട് തീരുമാനമെടുക്കാം, ജി സുധാകരൻ എന്തു പറയും എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ തീരുമാനമെടുക്കാം എന്ന രീതിയിലേക്ക് നേതാക്കൾ വന്നിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് UDF ക്യാമ്പിലെ നീക്കങ്ങൾ, ശ്രീത്ത്? പ്രജിൻ, അമ്പലപ്പുഴ മണ്ഡലം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജി സുധാകരൻ സ്ഥാനാർത്ഥിത്വത്തോടെ മണ്ഡലത്തിൽ ഒരു ഹൈ വോൾട്ടേജ് പോരാട്ടം നടക്കാനുള്ള കളമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഈ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ സശ്രദ്ധം നിരീക്ഷിക്കുന്ന കോൺഗ്രസ് ധൃതി പിടിച്ചൊരു തീരുമാനമെടുക്കേണ്ടതില്ല എന്ന ധാരണയിലാണ് ഇപ്പോഴുള്ളത്. ജി സുധാകരൻ്റെ നിലപാട്, അതായത് CPIയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് പുറത്തിറങ്ങി സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ജി സുധാകരൻ നിലപാടിനെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ധൃതി പിടിച്ചൊരു തീരുമാനമെടുക്കേണ്ടതില്ല എന്നാണ് ധാരണ. അതിന് കാരണം പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കേണ്ടതില്ല. രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എങ്ങനെയാണ് വളരുന്നത് എന്ന കാര്യം നിരീക്ഷിക്കും, അതിനനുസരിച്ച് നിലപാടെടുക്കാം എന്നാണ് ദേശീയ നേതൃത്വമടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തീരുമാനമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.